മലയാളത്തിലെ ശ്രദ്ധേയമായ സിനിമയിലൊന്നാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ. ആ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ അവസാന സീനിൽ മമ്മൂട്ടി ഒരു വേദിയിലെത്തി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാലനെക്കുറിച്ച്. തൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു ബാർബറായിരുന്ന അച്ഛൻ്റെ മകനായി ജീവിച്ച ബാലൻ തനിക്ക് വേണ്ടി എല്ലാം കരുതിക്കൊണ്ടുവന്നതും ഒടുവിൽ താനൊരു സെലിബ്രിറ്റി ആകാൻ, സിനിമാ നടനാകാനുള്ള യാത്രയിൽ പോകുമ്പോൾ ഈ കടുക്കൻ വരെ ഊരി വിറ്റതിൻ്റെ കാശ് കൊണ്ട് തന്ന കഥയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം അഭിനയിച്ച് കരയുന്നതിനോടൊപ്പം, ശ്രീനിവാസൻ എന്ന കഥാപാത്രം അഭിനയിച്ച് കരയുന്നതോടൊപ്പം മീനയും അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ മക്കളാകുന്ന മറ്റ് ബാലതാരങ്ങളും അഭിനയിച്ച് കരയുന്ന നേരം മലയാളികൾ ഒത്തിരി പേർ കരഞ്ഞിരുന്നു. ഇപ്പോഴും പലരും ആ സീൻ ഇടയ്ക്കിടെ ഇട്ട് കാണുന്നവരുണ്ട്. എന്തുകൊണ്ടാണത് ഇഷ്ടപ്പെടുന്നത്, അതിൽ കരയുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ആത്യന്തികമായി അവൻ ജനിച്ച സ്വാഭാവികമായ ഒരു സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും കഥ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചില കഥകൾ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാറുണ്ട്. എന്നും വിദ്വേഷം മാത്രം പറയുമ്പോൾ അത്തരം രണ്ട് സംഭവിച്ച കഥകൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ബുർക്കിനോഫാസോ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഇബ്രാഹിം ട്രോറെ എന്ന ഭരണാധികാരിയുടേതാണ് ഒരു സംഭവം. രണ്ടാമത്തേത് സന്തോഷ് പട്ടേൽ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു പോലീസ് ഓഫീസറുടേത്. സന്തോഷ് പട്ടേലിൻ്റെ കഥ ഒരു വർഷം മുമ്പ് നടന്നതിന് ശേഷം ഏറ്റവും പുതിയതായി അതിൻ്റെ തുടർച്ചയെന്നോണം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചതാണ് അതിന് പ്രാധാന്യം നൽകിയത്. ഇബ്രാഹിം ട്രോറയുടെ കഥ 2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേജിലൂടെ തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ 2 സംഭവവും പ്രധാനപ്പെട്ടതാണ്. ബുർക്കിനോഫാസോയിലെ ഒരു പൊടിപിടിച്ച തെരുവിൽ വളരെ കയ്യിലൊക്കെ എണ്ണ പുരണ്ട, വളരെ ക്ഷീണിതനായ, പൊടിയിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ വാഹനം ശരിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മോട്ടോർ മെക്കാനിക്കാണ്. ആ മോട്ടോർ മെക്കാനിക്കാകുന്ന അദ്ദേഹം ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ വളരെ പൊടുന്നനെ ഒരു കറുത്ത കാർ അവിടെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് 2 സെക്യൂരിറ്റി ജീവനക്കാർ ഇറങ്ങി വരുന്നു. ആ സെക്യൂരിറ്റി ജീവനക്കാർ ഇറങ്ങി വന്ന് നിശ്ചലമാകുമ്പോഴേക്കും പിന്നെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളിൻ്റെ പേര് ഇബ്രാഹിം ട്രോറെ എന്നാണ്. ആഫ്രിക്കയിൽ എല്ലാ യൂറോപ്യൻകാരുടെയും ചൂഷണത്തിനതീതമായി ആ നാടിനെ തിരിച്ച് ശരിയുടെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ എല്ലാ അർത്ഥത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അങ്ങനെയാണ് ഇബ്രാഹിം ട്രോറയെ വായിച്ചെടുക്കേണ്ടത്. പല രീതിയിൽ ചാരിറ്റിയിലൂടെ, ചാരപ്രവർത്തനത്തിലൂടെ, അല്ലാതെയുമൊക്കെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് അവിടെ അസ്ഥിരത ഉണ്ടാക്കാൻ യൂറോപ്യൻ്റെ വെള്ളക്കാരായ കുത്തക ശക്തികൾ ശ്രമിക്കുമ്പോൾ അവസാന ശ്വാസം വരെ അയാൾ പൊരുതുകയാണ്. എത്ര നാളെന്നറിയില്ല, എങ്കിലും ഇപ്പോൾ അയാളാണ് വിജയിച്ച ആൾ. ആ ഇബ്രാഹിം ട്രോറയാണ് ഈ വാഹനത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഇരുന്ന് ഒരു ബൈക്കിൻ്റെ പണികൾ തീർത്തുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ പിന്നിൽ നിന്ന് വിളിച്ചു, തോമസ്. ആദ്യം അയാൾ ശ്രദ്ധിക്കുന്നില്ല. ഒന്നുകൂടി വിളിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് ഇബ്രാഹിം ട്രോറെ എന്ന അവിടുത്തെ ഭരണാധികാരിയാണ്. ഓർമ്മകൾ പോയതൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഈ ഇബ്രാഹിം ട്രോറയും തോമസും ഒരേ ക്ലാസ് മുറിയിൽ ചേർന്നിരുന്ന് പഠിച്ചവരാണ്. വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു തോമസ്. എല്ലാത്തിലും ഒന്നാമനാണ്. പക്ഷേ 16-ാം വയസ്സിൽ സ്വന്തം മാതാപിതാക്കൾ ഒരു അഗ്നിബാധയിൽ മരണപ്പെട്ടുപോയി. ഏക സഹോദരിയാണ് അവശേഷിച്ചത്. ആ സഹോദരിയുടെ വിവാഹാവശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തൻ്റെ വിദ്യാഭ്യാസ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ മാർഗമില്ലാത്തതുകൊണ്ട് പഠനം അവസാനിപ്പിച്ച് മടങ്ങിയതാണ് തോമസ് എന്ന ഈ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അന്നത്തെ ബാലൻ. ഈ തോമസിനെ തേടിയാണ് അവിടുത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ട്രോറെ എത്തുന്നത്. അന്ന് മുതലേ ഇബ്രാഹിം ട്രോറെ ഇയാൾ എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടുപിടിച്ച് അവിടെ എത്തപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെ, ഭരണാധികാരി തന്നെ എത്തപ്പെടുമ്പോഴേക്കും ആ നാടാകെ സ്തബ്ധമായി. അവിടെ വാഹനങ്ങളെല്ലാം നിശ്ചലമായി. കണ്ട മാത്രയിൽ അടുത്തേക്ക് ചെന്ന് മറ്റെല്ലാ പ്രോട്ടോക്കോളും മറന്ന് കരിയോയിൽ പിടിച്ച വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന, വളരെ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന തോമസിനെ ചേർത്ത് വെച്ച് ആലിംഗനം ചെയ്തു. കൂടെ വന്ന സെക്യൂരിറ്റി ജീവനക്കാർ സ്തബ്ധരായി. എന്നിട്ട് തോമസിനോട് പറഞ്ഞു, നീ മതിയാക്ക്, നിന്നോട് സംസാരിക്കണം. പക്ഷേ തോമസിൻ്റെ മറുപടി കൃത്യമായിരുന്നു. വാഹനമെടുക്കാൻ ആളുകൾ വരും. ഞാൻ അവരോട് ടൈം പറഞ്ഞതാണ്, അതുകൊണ്ട് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ ഞാൻ ഈ ബെഞ്ചിൽ ഇവിടെ ഇരിക്കും. പറയുന്നത് ഇബ്രാഹിം ട്രോറയാണ്. അദ്ദേഹം ആ ബെഞ്ചിൽ തന്നെ അവിടെ ഇരുന്നു. കുറേ നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും സ്വാഭാവികമായി ആ തെരുവാകെയും നിശ്ചലമായി. വളരെ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടി വന്നിട്ട്
പപ്പ വീട്ടിൽ പാചകം ചെയ്യാനായിട്ടുള്ള കരിയില്ല, അതുകൊണ്ടത് വാങ്ങിക്കൊണ്ട് വരണം എന്നാവശ്യപ്പെട്ടു. ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് തോമസിൻ്റെ മകളാണെന്ന് പറഞ്ഞത്. ആമിന എന്നാണ് പേര്. ഏതായാലും ആ മകളെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു. എന്നിട്ട് കുറേ സമയം അവിടെ നിന്ന് ഈ പണി ഒഴിവാക്കി എത്തിയ തോമസിനോട് അദ്ദേഹം സംസാരിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ചോദിച്ചറിഞ്ഞു. വരാൻ ആവശ്യപ്പെട്ടു. കൊട്ടാര സംബന്ധമായ സൗകര്യങ്ങളിൽ നിന്നെ കൂടി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തോമസ് അതിന് തയ്യാറായിരുന്നില്ല. ഞാനിങ്ങനെ ജീവിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. വീട്ടിലെത്തി ഭാര്യയോടെല്ലാം ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ഇബ്രാഹിം ട്രോറ ചോദിച്ചു, നിനക്ക് ഈ കുഞ്ഞിനെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ സ്കോളർഷിപ്പോടുകൂടി എത്ര നാൾ പഠിപ്പിക്കണമെങ്കിലും ഞാൻ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരാം, നിനക്ക് സൗകര്യപ്രദമായൊരു വീടും തരാം. തോമസിൻ്റെ മറുപടി കൃത്യമായിരുന്നു. എനിക്കിതൊന്നും ഒരു ചാരിറ്റി പോലെ, നിൻ്റെ ഒരു സേവനം പോലെ ആവശ്യമില്ല ഇബ്രാഹിം ട്രോറെ. നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നീ ഈ രാജ്യത്തിന് വേണ്ടി അതിനെ തിരിച്ചു പിടിക്കാൻ പാടുപെടുന്ന ആളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു. എന്നെപ്പോലെ അരികവൽക്കരിക്കപ്പെടുന്നവരുടെ ഒരു മക്കളും നാളെ വിദ്യാഭ്യാസമില്ലാതെ പഠനമില്ലാതെ നഷ്ടപ്പെട്ടു പോയവരാകരുത്. അതുകൊണ്ട് അവരെ ആകെയും നോക്കാനായി നീ എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അന്ന് വൈകിട്ട് ഇബ്രാഹിം ട്രോറ തിരിച്ചു ചെല്ലുമ്പോൾ ഷെഡ്യൂൾ ചെയ്തിരുന്ന എല്ലാ പ്രോഗ്രാമുകളും മാറ്റി എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് വിളിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരിക്കലും തോമസിൻ്റെ പേരോ ബാക്കിയൊന്നും പറഞ്ഞതുമില്ല. പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഇബ്രാഹിം ട്രോറെ അതേ വാഹനത്തിൽ അവിടേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ പത്രക്കാരും അടക്കമുള്ള ആളുകളൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം വന്നത് ഇൻഫോർമലായിട്ടാണെങ്കിൽ ഈ ദിവസം വന്നത് വളരെ ഫോർമാലിറ്റിയോടുകൂടിയാണ്. അവിടെ എത്തിച്ചേർന്ന ഇബ്രാഹിം ട്രോറെ അവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ടായിരുന്ന ഒരു സൗകര്യത്തിൽ മൈക്കുമായി നിന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒന്ന്, ഈ ബർക്കിനോ ഫാസയിലെ എല്ലാ കുട്ടികൾക്കും, അനാഥരായ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കുറഞ്ഞ കുട്ടികൾക്ക് മുഴുവൻ സൗജന്യ സ്കോളർഷിപ്പോടെ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയും അതോടൊപ്പം തൻ്റെ സുഹൃത്തായ തോമസിൻ്റെ ഈ മേൽനോട്ടത്തിൽ ഈ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന മനുഷ്യർക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്ന ഒരു വലിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും. കാരണം അത്രമേൽ കമ്മിറ്റ്മെൻറ്റോടെ അത്രമേൽ ഇഷ്ടത്തോടെ ആ ജോലി ചെയ്യുന്ന പുള്ളി തന്നെയാണ് അതിന് ഉചിതമായവൻ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് വർക്ക്ഷോപ്പ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്തു. അവിടെ കാര്യങ്ങളൊക്കെയും എല്ലാ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും എല്ലാം ലോകം മുഴുവൻ അറിഞ്ഞു. ഏതാണ്ടൊരു 15 ദിവസം കഴിയുമ്പോഴേക്കും രണ്ടുപേർ ഈ തോമസിനെ കാണാനെത്തി. അവർ വലിയ മനോഹരമായി ഒരുങ്ങിയ ആളുകളായിരുന്നു. അവർ വന്നെത്തിയ ശേഷം തോമസിനോട് പറഞ്ഞത്, തനിക്ക് ഈ പറഞ്ഞതുപോലെ സുഖമായി വിദേശ രാജ്യങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യം തരാം, അതോടൊപ്പം ഇത്ര കോടി രൂപയുടെ സമ്പത്തും തരാം. എന്താണ് വേണ്ടത് എന്ന മറിച്ച ചോദ്യത്തിന്, താങ്കൾ പ്രസിഡൻറ്റുമായി അടുപ്പമുള്ള ആളല്ലേ, ചില വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച് തരണം എന്നതായിരുന്നു ചോദ്യം. തോമസിൻ്റെ മറുപടി, ഞാൻ ഇബ്രാഹിമിനെ ഒറ്റണം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റി കൊടുക്കണം, അതാണ് ആവശ്യം അല്ലേ. അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു തുടങ്ങും മുമ്പ് അവർ അപ്രത്യക്ഷരായി. അദ്ദേഹം തിരികെ എത്തി ഭാര്യയോട് വിവരം പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഇത്രമേൽ സ്നേഹിച്ച ഒരു സുഹൃത്തിനെ, ഒരു രാജ്യത്തെ വഞ്ചിക്കാൻ പാടില്ല. നാളെ തന്നെ അദ്ദേഹത്തെ കാണണം. അടുത്ത ദിവസം ഇബ്രാഹിം ട്രോറയെ സന്ദർശിച്ച് ഈ കാര്യങ്ങളൊക്കെയും അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ സൈനിക വ്യൂഹങ്ങൾ ഉപയോഗിച്ച് ഈ രണ്ടാളുകളെയും സിറ്റിയുടെ പുറത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരും 2 യൂറോപ്യൻകാരായിരുന്നു. ഏതായാലും ഈ ദൗത്യം നിർവഹിച്ച, ഇത്രയും വലിയൊരു നന്മ പ്രവർത്തിച്ച, തൻ്റെ രാജ്യത്തിന് വേണ്ടി, തനിക്ക് വേണ്ടിയെന്നല്ല ഇബ്രാഹിം ട്രോറ പറഞ്ഞത്, ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ സമ്പൽ സമൃദ്ധമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച നീ ഈ രാജ്യത്ത് ആദരിക്കപ്പെടേണ്ട ഒരു സിറ്റിസണാണ് എന്ന തരത്തിൽ അവരെയും കുടുംബത്തെയും ആദരിക്കുകയും അവർക്ക് വേണ്ട ഏറ്റവും ഉചിതമായ സൗകര്യങ്ങൾ നൽകി തങ്ങളുടെ ഭരണ സംവിധാനത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു എന്ന് പറയുന്ന സംഭവമാണ് അങ്ങ് അകലെ ഉള്ളതെങ്കിൽ മധ്യപ്രദേശിൽ ഇന്നലെ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരാളിന് ഒരു ഭവനം നിർമ്മിച്ച് നൽകി സന്തോഷ് പട്ടേൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ. അതും സമാനമായൊരു കഥയാണ്. ഏതാണ്ട് 15-16 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട് വളരെ പട്ടിണിയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ ഒരു മാർഗവുമില്ലാതെ ചിലപ്പോൾ വെറുതെയെങ്കിലും മാർക്കറ്റിലൂടെ നടന്ന് എല്ലാം കണ്ടെങ്കിലും പിരിയുന്ന ഒരുതരം മാനസികാവസ്ഥയോടെ വരുമ്പോൾ എല്ലാ ദിവസവും രാത്രി തനിക്ക് പച്ചക്കറി തരുന്ന ഒരു പച്ചക്കറി കടക്കാരനുണ്ടായിരുന്നു. പേര് സൽമാൻ ഖാൻ എന്നാണ്. നമ്മൾ സൽമാൻ ഖാൻ എന്ന് പറയുമ്പോൾ വലിയ മസിലുള്ള, കോടികൾ സമ്പാദിച്ച
ഖാനെയാണ് ഓർമ്മ വരുന്നതെങ്കിലും പാവപ്പെട്ട ഒരുപാട് സൽമാൻ ഖാന്മാരുണ്ട്. ഏതായാലും അയാൾ ഇങ്ങനെ നൽകിയ ഈ പറയുന്ന സംഗതി സൗജന്യം അത് സന്തോഷ് പട്ടേൽ സ്വീകരിക്കുമ്പോൾ പറയുമായിരുന്നു, എനിക്കത് വേണ്ട, അത് താങ്കൾക്ക് കച്ചവടം ചെയ്യണ്ടേ, താങ്കൾക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇത് നാളെ ചീത്തയാവുന്നതാണ്, അതുകൊണ്ടാണ് താങ്കൾക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് പലപ്പോഴും നൽകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കി അവിടെ നിന്ന് മറ്റ് പരിശീലനത്തിനൊക്കെ പോയി ഏറ്റവും ഒടുവിൽ പോലീസ് ഓഫീസറായി UPSC എഴുതിയെടുത്ത് IPS ഉദ്യോഗസ്ഥനായി അവിടെ തിരിച്ചെത്തിയ നാൾ മുതൽ ഈ സൽമാൻ ഖാനെ കാണണം എന്നൊരാഗ്രഹം കലശലായി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ മാർക്കറ്റിൽ തന്നെ തൻ്റെ സാധാരണ വേഷത്തിൽ വന്ന് ഈ സൽമാൻ ഖാൻ എന്ന മനുഷ്യനെ കണ്ടുപിടിച്ച മാത്രയിൽ തിരിച്ചറിഞ്ഞ വേളയിൽ തന്നെ അതുപോലൊരു മൂലയ്ക്കിരുന്ന് കച്ചവടം നടത്തുന്ന അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലിംഗനം ചെയ്തു. ഇപ്പോൾ ദേ അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകാൻ ഇദ്ദേഹം തയ്യാറായി. ഞാൻ പറഞ്ഞത്, എല്ലാ വിദ്വേഷങ്ങളും പറയുമ്പോഴും മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും അടയാളങ്ങൾ ഈ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ വളർച്ചയ്ക്ക് കാരണമായി ഒന്നും അല്ലാതെ ആയിപ്പോയ കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ ആരെങ്കിലും കുറിച്ച് എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം കേട്ടോ. ആ ആളുകളെക്കുറിച്ച് എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. അവരൊന്നും ആയിട്ടില്ല, അവരിപ്പോഴും ഈ പറയുന്ന പ്രയാസങ്ങളിലും സാധാരണ പോലെയുമാണ്. പക്ഷേ നമ്മൾക്ക് പ്രേരണയായി, നമുക്ക് സഹായങ്ങളായി, നമുക്ക് സൗകര്യങ്ങളായൊക്കെ അവരുടെ ജീവിതം ഉണ്ടായിരുന്നു. അച്ഛനും ബാപ്പയും ഉമ്മയും ഒന്നുമല്ല, അവർക്കൊക്കെ ഒരു ബാധ്യതയാണ് മക്കളെ അങ്ങനെ ആക്കേണ്ടത്. പക്ഷേ അതല്ലാത്ത ചില മനുഷ്യർ. ഏതായാലും ഈ രണ്ട് കഥയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വിദ്വേഷം മാത്രം, വെറുപ്പ് മാത്രം വിതറുന്ന കാലത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, പറയാമെന്ന് കരുതി. അതിൻ്റെ സ്പിരിറ്റ് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.